അടുത്തൊരു യാത്ര. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പോവാണ്, കോഴിക്കോട്. അപ്പം നമ്മൾ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ വഴിയെ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി AC കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്ത്. ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മ ഇവിടെ പൊതിച്ചോറിലാണ്, പൊതിച്ചോറിൻ്റെ ആ ഒരു ഗുഡൻസിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ട്രെയിനിലൊക്കെ വരുമ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കൂടെ വാരിത്തന്ന് പൊതിച്ചോറ് കഴിക്കണം. അപ്പോൾ ഒരു അമ്മ അച്ഛനും വേണോ, അച്ഛനും കൊതി വരുന്നെന്ന്. അപ്പം ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. ഞാൻ ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ബാക്കി വഴികെ പറഞ്ഞുതരാം. ഓക്കെ, ചോറ് മാത്രമായാൽ പറ്റൂലല്ലോ, അപ്പം വേറെ എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ റൊമാലി റൊട്ടി ഷവർമ പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം പറഞ്ഞു. ഞാനും അച്ഛനും, അമ്മയ്ക്ക് മാത്രമാണ് ചോറ് കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഞാനും കഴിച്ച് അച്ഛനും കഴിച്ച്. അങ്ങനെ 2 ഷവർമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള പദ്ധതി. ഇപ്പോൾ ഒരു 10 മണിയായി കാണും. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ എന്തോ ഉണ്ട്, എനിക്ക് തോന്നുന്നു മറ്റേ വെജിറ്റബിൾസ് ഇല്ലേ, നാരങ്ങ എന്തോന്ന് വെച്ചാൽ പറയണ ഉപ്പിലിട്ട സംഭവമാണെന്ന് തോന്നുന്നത്. മുളകും ഉണ്ട്, ഒരു ക്യാരറ്റാണെന്ന് തോന്നുന്നു, ക്യാരറ്റും ഉണ്ട്. അപ്പം ഷവർമ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അവർ നല്ല പാക്കിങ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തു. ആദ്യം ഒരു ഫോയിൽ വെച്ച് പാക്ക് ചെയ്തു, അതിന് ശേഷം ഉള്ളിലൊരു പേപ്പറും കൂടെ വെച്ച് പാക്ക് ചെയ്തു. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാവേ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ചൂടുണ്ട്, ചെറുതായിട്ട്. ഇങ്ങനെയൊക്കെ റാപ്പ് വെച്ചു. എനിവേസ് അടിപൊളി സാധനം. അപ്പോൾ നമ്മളെല്ലാവരും കിടന്നു. അതിന് അച്ഛനും കൂടെ ഒന്ന് വന്ന് കിടന്നാൽ മതി. അച്ഛൻ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. അമ്മയും ഞാനും കിടന്നു, സെറ്റായി. അപ്പോൾ അതാ കിടന്നു. നമുക്ക് AC-യിൽ പിള്ളിയും ബെഡ്ഷീറ്റും കമ്പിളിയും എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ കിടന്നു, അമ്മയും കിടന്നു. അപ്പം ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ കോഴിക്കോട് എത്തിയതിന് ശേഷം പറയാട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഫൈനലി വി റീച്ച് കാലിക്കറ്റ്. അങ്ങനെ കാലിക്കറ്റ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു, ഒരു 5 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് വന്ന് ഇറങ്ങി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു ചായയൊക്കെ കുടിക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ചായയൊക്കെ കുടിക്കണം. ഹായ്, അങ്ങനെ ഞാൻ എന്താ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റൽ റൂമാണ്. കുളിച്ച് ഫ്രഷായി സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഡോക്ടർ വരുമായിരിക്കും. അഡ്മിഷനൊക്കെ നേരത്തെ തന്നെ അഡ്മിഷനൊക്കെ എടുത്ത് ഒരു 9-9:30 ആകുമ്പോൾ ഡോക്ടർ വരും. ഇപ്പോൾ ഒരു 8 മണിയായിട്ട്. അപ്പോൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റിംഗ്. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ ചെസ്റ്റ് എക്സ്റേ, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലേ, വഴിയെ പറഞ്ഞുതരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് കഴിച്ചില്ല. മുട്ട റോസ്റ്റും അപ്പവും നമ്മൾ നേരെ 4th റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ മുട്ട റോസ്റ്റും ഇതും ഉണ്ട്. പിന്നെ ഒരു ജ്യൂസ് വാട്ടർമെലോൺ ജ്യൂസ്, അത് ഇവിടത്തെയാണ് കേട്ടോ. വാട്ടർമെലോൺ ജ്യൂസ് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് റൂമിൽ കൊണ്ട് തന്നു. ഡോക്ടർ വന്ന് എൻ്റെ കാലിലൊരു മാർക്കൊക്കെ ചെയ്തിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. വേറൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ, എൻ്റെ സർജറി ഇന്നാണ് ഗൈസ്, നാളെയല്ല. ഞാൻ ഇത്രയും നേരം കരയാനത്, അയ്യോ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ച്. ഞാൻ ഡോക്ടർ വന്നിട്ട് നമുക്ക് ഇന്ന് എടുക്കാം, എൻ്റെ OP ഇന്നാണ്, ഇന്ന് OP കഴിഞ്ഞ ഉടനെ നമുക്ക് ഇന്ന് എടുക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ വിമ്പിയിരിക്കുന്നു കരയാനായിട്ട്. ഞാൻ പറഞ്ഞു, സാർ ഇന്ന് എടുക്കണോ, നാളെ എടുത്താൽ പോരെ, നാളെ നല്ല ദിവസം, അങ്ങനെ ഇങ്ങനെ മറ്റാണോ. ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഇന്ന് എടുക്കാം. അങ്ങനെ ഇന്ന് 5 മണിക്ക് എനിക്ക് സർജറിയാണ്. 11 മണി തൊട്ട് ഫാസ്റ്റിംഗ് ആണ്. 11 മണി തൊട്ട് ഒന്നും ഫുഡ് കഴിച്ചുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ
ഇന്ന് തന്നെ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ കാലിൽ വന്ന് മാർക്കൊക്കെ ചെയ്തിട്ട് പോയി. ഇനി ബ്ലഡ് ടെസ്റ്റിനൊക്കെ വരും. ബ്ലഡ് ടെസ്റ്റ് ഇതുവരെ എടുത്തില്ല. ബ്ലഡ് ടെസ്റ്റിനൊക്കെ വരണം. ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പോയി എല്ലാം സൈൻ ഇട്ടൊക്കെ കൊടുത്തു. അപ്പം അറിഞ്ഞൂടെ ഗൈസ്. അങ്ങനെ എന്നെ വന്നതാ ബ്ലഡൊക്കെ എടുത്തിട്ട് പോയി. എൻ്റെ കയ്യിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യും. ബ്ലഡ് എടുത്തിട്ട് പോയി. ഒരു നിലവിളി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. വയ്യ എനിക്ക്. ട്രിപ്പല്ല, ക്യാനുലൊക്കെ ഇടുന്നത് ഓട്ടിയിൽ പോയിട്ട് ഓട്ടിയിലാണ് ക്യാനുല ഇടുന്നതെന്ന് പറഞ്ഞു. അതിന് അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നുണ്ട് ഗൈസ്. അതെന്തോന്ന് പറ ഒരാൾ വലിയ കാര്യത്തിൽ ഉച്ചയ്ക്ക് ഓർഡർ എടുക്കാൻ വന്ന ക്യാൻറ്റീന്ന്. അപ്പോൾ അവർ ചോദിച്ചു എന്താ വേണ്ട. എനിക്ക് അപ്പോൾ അവർ പറഞ്ഞ് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എന്താണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ചിക്കൻ ഫ്രൈ വേണം, ചിക്കൻ ഫ്രൈ വേണം. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാളെയല്ലേ സർജറി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ചിക്കൻ ഫ്രൈ മതിയെന്ന്. അങ്ങനെ ഇന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഇരുന്ന് പറയണേ അമ്മുക്കുട്ടിയുടെ ചിക്കൻ ഫ്രൈ ആരും തിന്നു. ആരും തിന്നണ്ട, എന്റെ ചിക്കൻ ഫ്രൈ എവിടെ ഇരിക്കട്ടെ, ഞാൻ നാളെ തിന്നോളാം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചിക്കൻ ഫ്രൈ ആലോചിച്ച് കിടക്കും. അപ്പൊ എന്റെ ചിക്കൻ ഫ്രൈ ഇന്ന് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അയ്യോ എനിക്ക് വേണ്ട. പക്ഷെ അങ്ങനെ പറയല്ലേ, അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമില്ല. ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. ചിക്കൻ കറി ഒന്നുമാണ് ഇഷ്ടമല്ലാത്ത അമ്മയ്ക്ക്. അപ്പൊ ഇന്ന് അമ്മയ്ക്ക് കോൾ അടിച്ച് അമ്മയ്ക്ക് ചിക്കൻ ഫ്രൈ അമ്മയ്ക്ക് അച്ഛനും കൂടെ തിന്നാ ഞാൻ അങ്ങ് പോയി കിടക്കുമ്പോ അല്ലേ അങ്ങനെ കഴിക്കൂല. എന്റെ മോൾ അവിടെ കിടക്കുമ്പോ നമ്മളെങ്ങനെ കഴിക്കാം. ഓ മൈ ഗോഡ്, സെന്റ് ഡയലോഗൊക്കെ വണ്ടിച്ച ഡയലോഗാണ് കേട്ടാ. വന്ന് കാത്തിരിക്കോ? പിന്നെ കൊള്ളാം. നമ്മള് കഴിക്കൂല, ഒന്നും കഴിക്കില്ല. പിന്നെ കണ്ടതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ. പ്യാരി ഗായ്സ്. അങ്ങനെ ഒരു ചേച്ചി വന്നിട്ട്, നേഴ്സ് ചേച്ചി വന്നിട്ട് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ ഇട്ട് സ്കിൻ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനാണ് കേട്ടോ. ഇതിട്ട് കുളിച്ച് ഒരുങ്ങിയൊക്കെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു സർജറിക്ക് കൊണ്ടുപോകാൻ സമയമായെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം കുളിച്ച് ഈ ഡ്രസ്സ് തന്നെ ഇട്ട് നിന്നാൽ മതി, മറ്റേ ഗൗണ് പിന്നീട് കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ കുളിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരണം. മാല നേരത്തെ ചെസ്റ്റ് എക്സ്റേക്ക് പോയപ്പോൾ മാല ഊരിയായിരുന്നു. മോതിരവും നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണം. അത് ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് വന്നത്. ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ഊരണം, മൂക്കുത്തി എല്ലാം ഊരണം. അപ്പം ഞാൻ പോയി കുളിച്ചേച്ച് വരാം. ഓപ്പറേഷൻ തിയേറ്ററിൽ അടുത്ത സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. എല്ലാവരും എനിക്ക് ആശുപത്രിയിൽ നമ്മൾ ഒരേ വൈബാണ്. വേദന ഉണ്ടെങ്കിൽ ഞാൻ വൈബിൻ്റെ ആളാണ്. എൻ്റെ അനിയനാണ്. അനിയനല്ല, സോറി, എൻ്റെ ചേച്ചിയുടെ മോനാണ്. അവന് വൈബായിട്ടില്ല. വൈബിൻ്റെ ഇതിൽ ബക്കി നിൽക്കണം. അവൻ പറയണ പാട്ടിട്ടു നല്ലവൻ കളിക്കൂല. ഇത് വേണ്ട, അതും അവന് വേണ്ട. കൈ നോക്കിക്കോ. ഹലോ ഹലോ. ഓ ഓ പറഞ്ഞോളൂ. ബൈ 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 ബൈ. സീ യു.
ഇത് തന്നെയാണ്. എനിക്ക് തരൂല, ഞാൻ കൊതിച്ചിരുന്നാലും തരും. വേദനയാണെങ്കിൽ അൺസഹിക്കപ്പെടും. ലാലി 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 ലാലിലോ. എവിടെ വന്നു? വടക്കൻ പെപ്പർ അതിനുള്ളിൽ പൊരിച്ചുണ്ടല്ലോ. ഇതില് പൊരിച്ചുണ്ടോ? പൊരിച്ചത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് ഒന്നെങ്കിൽ അതിൽ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ വേറെ പാക്കറ്റിലുണ്ടാവും. ബിരിയാണികളല്ലേ? പൈനാപ്പിൾ ജ്യൂസാണ് ഇപ്പം ഞാൻ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞത്. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഒരു വാട്ടർമെലോൺ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും. പഞ്ചസാര നല്ല അധികം പഞ്ചസാര ഇട്ടതാ മതി, കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. അപ്പൊ ഗൈസ് എല്ലാ വിശേഷങ്ങളും കണ്ടല്ലോ. സർജറി ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അടിപൊളിയായിട്ട് സർജറി കഴിഞ്ഞ് സ്ക്രൂവും കമ്പിയും എല്ലാം ഊരി സാറിന്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സോറി, എന്റെ കയ്യിലല്ല, അങ്കുവിന്റെ കയ്യിൽ ഭദ്രമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അവള് കാണിച്ചു തന്നു. ഹെൽപ്പ് ചെയ്തത് അങ്കു ആയിരുന്നു. ഫുൾ ഹെൽപ്പ് അവൾ ഓറ്റിക്കത് ഫുൾ ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്റെ ക്യാനിൽ ഇട്ടത് അവളാണ്. എന്റെ കയ്യിൽ കുത്തി കയറ്റിയത് അവളാണ്. ഞാൻ മറന്നിട്ടില്ല നിമിഷം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടന്നു. നല്ല പെയിൻ എന്ന് വെച്ചാൽ നല്ല പെയിൻ എനിക്കുണ്ട്. ഒരു 3 കുപ്പിയെങ്കിലും എനിക്ക് ട്രെമഡോൾ ഇട്ടിട്ടുണ്ട്, പെയിൻ കില്ലർ ഇട്ടിട്ടുണ്ട്. പക്ഷെ പെയിന് മാറിയില്ല. സാറ് പറഞ്ഞു കാല് തറയിൽ നന്നായിട്ട് ഊന്നി പതുക്കെ നടക്കാൻ പറഞ്ഞു. നല്ല കമ്പിയൊക്കെ ഇപ്പൊ റിമൂവ് ചെയ്തതല്ലേ ഉള്ളൂ. ഇതാണ് കാല് കേട്ടോ. കമ്പിയൊക്കെ റിമൂവ് ചെയ്തതല്ലേ ഉള്ളൂ. നന്നായിട്ട് കുത്തി നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ നടന്ന പരിപാടികളൊക്കെ ഞാൻ എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പം ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ബൈ.